നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, അടിപൊളി. അപ്പം പോയിട്ട് രണ്ടാളും പോയിട്ട് വേഗം കുളിച്ചിട്ട് വേഗം വരട്ടെ. സൂപ്പർ ആവേ, കരുവാളിപ്പൊക്കെ മാറിയിട്ട്. ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണ്, സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു ടിപ്സുമായിട്ട് വന്നേക്കണതേ, മുഖത്തിലുള്ള കരുവാളിപ്പൊക്കെ മാറി മുഖം നല്ല നിറം വയ്ക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഫേസ് പാക്ക് ഞാനല്ലാട്ട് ഇന്ന് തേക്കാൻ പോണത്, നമ്മുടെ കുഞ്ഞുമക്കളാട്ടോ തേക്കണത്. അവർക്കും വേണം ഒരു ഫേസ് പാക്ക്, അവർക്കും ഇത്തിരി നിറമൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് ഇങ്ങനെ കുശുമ്പത്തരം പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഒരാളതാ ഇരിപ്പുണ്ട്, രണ്ടു പേർക്കും ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടിപൊളിയാണ്, നമ്മുടെ മുഖത്തിലെ കരുവാളിപ്പൊക്കെ മാറി മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നല്ല ഒരു സായിപ്പിനെ പോലെ ആവുമെന്നല്ല പറയണത്. ആ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പം ആ ഒരു വെയിലൊക്കെ കൊണ്ട് ആ ഒരു മുഖമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കരുവാളിക്കുമല്ലോ, ചെറുതായിട്ട് നല്ല വലുതായിട്ട് തന്നെ കരുവാളിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒരു ടാനൊക്കെ മാറാൻ പറ്റും നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലോ കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് ഈ ഫേസ് പാക്കിന് എന്തൊക്കെ വേണമെന്ന് ആദ്യം തന്നെ നോക്കാവേ. അതിനായിട്ട് എടുത്തേക്കണത് കടലമാവാണ്. കടലമാവ് നമുക്കറിയാം, നമ്മുടെ എല്ലാ കുഞ്ഞായിരുന്നപ്പം എണ്ണയൊക്കെ തേപ്പിച്ച് നമ്മുടെ കടലമാവ് ഉപയോഗിച്ചാണ് കഴുകി കളയുന്നത്. അന്നേരം നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവാനും പാടുകളും, കുഞ്ഞുമക്കൾക്ക് പാടൊന്നുമില്ല എന്നാലും സ്കിന്നൊക്കെ നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ കടലമാവ് നല്ലൊരു സാധനം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തേക്കണത് കടലമാവാണ് കേട്ടോ. കടലമാവിൻ്റെ കൂടെ എടുത്തേക്കണത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ തേനും വേണം കേട്ടോ. പിന്നെ എടുത്തേക്കണത് പാലാണ് എടുത്തേക്കുന്നത്. പാലിന് പോലെ നമുക്ക് തൈര് എടുക്കാം, പക്ഷെ ഇപ്പം എന്തായാലും ഞാൻ പാലെടുത്തേക്കണത്. അപ്പം ഈ 4 സാധനങ്ങൾ മതി കേട്ടോ നമ്മുടെ മുഖത്തില്ല ടാനൊക്കെ മാറി മുഖം നല്ല തിളക്കം കിട്ടാൻ. ഈ 4 സാധനങ്ങൾ വെച്ചുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ. നമുക്ക് ആദ്യം ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് 2 ആൾ ഇരിപ്പുണ്ട് കേട്ടോ, ഞാൻ എങ്ങനെ ചെയ്യണമെന്നൊക്കെ നോക്കുകയാണേ. ഇനിയിപ്പോൾ അടുക്കളയിൽ ഇനി മഞ്ഞൾപ്പൊടിയൊക്കെ തീർക്കുമോ ആവോ, ഇനി 10 ദിവസമുണ്ട്. 10 ദിവസം കൊണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ തീരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പം ഇവിടെമാർ മിക്കവാറും അടുക്കളയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നോക്കുന്നുണ്ട് കുഞ്ഞാപ്പ് കൊണ്ടോ, കുഞ്ഞാപ്പ് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ നോക്കിയിരിക്കുകയാണ്. കള്ളി വാവച്ചി അടുത്ത് തന്നെ ഉണ്ട്, പാര. അപ്പോൾ നമുക്കിതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, മഞ്ഞൾപ്പൊടി അളവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് കുറച്ച് തേൻ ഒഴിക്കാം. എന്താടാ ആവശ്യം, എന്താ പറയുക? ആണോ, തേനും കൂടെ ഒഴിച്ചിട്ടുണ്ട്. തേന് ചേർക്കാൻ കാരണം എന്താണ് ഭവിച്ചി? ഞാൻ ഈ പാക്കിൽ തേൻ ചേർക്കാൻ എന്താണ് കാരണം അറിയാമോ? നിനക്കാണ് ഞാൻ ഈ പാക്ക് ഇട്ടിരുന്നത്, ഈശ്വരാ. അപ്പൊ നമുക്കിതാ പാലൊഴിക്കാവേ. അമ്മ ഞാനൊരു വീഡിയോ കണ്ടതാണ്, മഞ്ഞപ്പൊടിയും തേനും കൂടെ മിക്സ് ആക്കിയ ചോരയാവും. അതൊന്നും എനിക്കറിയത്തില്ല. അപ്പം അതിൽ വേറെ കളറൊക്കെ ചേർക്കണം. അപ്പം നമുക്കിതാ നന്നായിട്ട് മിക്സ് ചെയ്യാം. പാലും കൂടെ ചേർത്തിട്ടുണ്ടേ. പാൽ ഒഴിച്ചെടുക്കുമ്പോൾ നോക്കി ഒഴിക്കണം കേട്ടോ. എനിക്ക് പറ്റിയ പോലെ തന്നെയാവും കണ്ടോ. ഞാൻ ഇവരുടെ സംസാരം കേട്ടതാ പാലൊഴിച്ചത് ഇച്ചിരി കൂടിപ്പോയി. നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് കടലമാവ് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സംസാരിക്കുന്നിടയിൽ പാലൊക്കെ ഇത്തിരി കൂടിപ്പോയി ഒഴിച്ചതേ, അതുകൊണ്ട് ഞാൻ ഇത്തിരിയും കൂടെ കടലമാവ് ചേർത്തിട്ടുണ്ട്. വേറെ ഒന്നും ചേർത്തില്ല, തേരൊക്കെ അതേ രീതി തന്നെയാണ് കേട്ടോ. മഞ്ഞപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല മഞ്ഞ കളറുണ്ടെങ്കിൽ നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം. മുഖത്ത് തേച്ച് കൊടുക്കുന്നതിന് മുന്നേ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരണം. കുഞ്ഞപ്പോൾ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിത് തേച്ച് കൊടുക്കാം. പിന്നെ തേച്ച് കൊടുക്കുന്നതിന് മുന്നേ 2 മിനിറ്റൊക്കെ നമ്മുടെ പാക്ക് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. ഇവർക്കൊന്നും ക്ഷമയില്ല കേട്ടോ. അവർക്ക് ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ടൊന്ന് കൊടുക്കട്ടെ. തേനീച്ച വന്നിട്ടുണ്ട്, പേടിക്കണ്ട.
ഒന്നും ചെയ്യില്ല മണ്ടന്മാര്. തേനിന്റെ മണം കേട്ട് വന്നതല്ലേ? തേനിന്റെ മണം കേട്ട് വന്നല്ല, ഈ തേനീച്ച എപ്പോഴും ഉള്ളതാ, ആരും ഉപദ്രവിക്കൊന്നുമില്ല. വളർത്തുന്നയാ ഞാന് മുടി കണ്ട് ഞാനിട്ടേക്കും കേട്ടോ, മഞ്ഞപ്പൊടി ചേർത്തോണ്ടേ മുടിയിലിട്ടൊന്നും കൊള്ളണ്ട. അപ്പോൾ ഇത് തേച്ച ഉടനെ തന്നെ ഞാൻ പറയാം, നല്ലവണ്ണം നിറം വയ്ക്കുമെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മുടെ മുഖത്തിൽ ആ കരുവാളിപ്പൊക്കെ ഉണ്ടല്ലോ, വെയിൽ കൊണ്ട് വരുന്ന കരുവാളിപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. പിന്നെ ആഴ്ചയിൽ 2-3 തവണ തേക്കുമ്പം നമുക്ക് പഴയ നിറം കിട്ടും കേട്ടോ. നെറ്റിയിലൊക്കെ തേച്ചെടുക്കാതെ നമുക്കിത് കയ്യിലും കാലിലും കഴുത്തിലൊക്കെ നമുക്കിത് തേച്ചെടുക്കാം. മുഖത്ത് മാത്രമല്ല കയ്യിലും കാലിലൊക്കെ തേച്ചെടുക്കാം. പിന്നെ ആ വെയിൽ കൊണ്ട് വന്ന ഉടനെ തന്നെ നമുക്കിതങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിൽ, മുഖം നല്ല വൃത്തി കഴുകിയിട്ടേ തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് ആ റിസൾട്ട് നമുക്ക് അന്നേരം കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ ഇവർ വെയിലൊന്നും അങ്ങനെ കൊണ്ടില്ല കേട്ടോ. പിന്നെ ഇന്ന് ചെറുതായിട്ടല്ലേ ഉള്ളൂ സ്കൂളിൽ കൊള്ളുന്ന. അത് ചെറിയ വെയിലല്ലേ, അത് സ്കൂളിലെ വെയിൽ കൊള്ളുന്ന പോലെ അങ്ങ് കൊണ്ടില്ലല്ലോ, ചെറുതായിട്ടല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞ സ്കൂളിൽ പോയ കാര്യമാണ് പറഞ്ഞേ. സ്കൂളിൽ എപ്പോഴും ഓട്ടവും ചാട്ടവും വെയിൽ കൊള്ളലൊക്കെ അല്ലേ. പക്ഷെ നമ്മൾ ഓടിക്കളിക്കൊക്കെ ചെയ്യണം. പക്ഷെ ഒത്തിരി വെയിൽ കൊള്ളുമ്പോൾ നമ്മുടെ സ്കിന്നിലൊക്കെ എന്താ പറയുക, ടാനൊക്കെ വരും. എന്താണ് ചേ ഇനി കഴുത്ത് തേച്ചേ, കഴുത്തിന് വെച്ചേ. കുഞ്ഞപ്പൻ്റെ പല രീതികൾ ചിരിയൊക്കെ കേൾക്കാവുന്നതാണ്. ഉടനെ വരും. കഴുത്ത് വരട്ടാക്കടാ. ഫോണ് ഇത് തേക്കട്ടെ. ഇനി നമുക്കിതാ കുറച്ചും കൂടെ നമുക്ക് കയ്യിലും കൂടെ തേച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ അടിച്ചു വെയിൽ കൊണ്ട് വാല, വെയിലേറ്റ പാകമല്ലേ ഈ കുഞ്ഞിക്കൈ. ഈ കുഞ്ഞിക്കൈയിലും വെച്ചോട്ടോ. കയ്യിലും കൂടെ അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ടേ. കൈ ഇങ്ങനെ വെച്ചേട്ടാ, വെച്ചു. പപ്പ ഇപ്പം തന്നെ വരും കേട്ടോ. പപ്പ വയ്ക്ക് തന്നെ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കും. രാവിലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങൾ മടി പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. ഇന്നലെ എന്താ പറയുക, ഇന്നലെ ബർത്ത്ഡേ സെലിബ്രേഷൻ, വലുതായിട്ടൊന്നും സെലിബ്രേഷൻ ചെയ്തില്ല കേട്ടോ. പിന്നെ കേക്ക് മുറിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്താ പറയുക, ബിരിയാണിയൊക്കെ ആയിരുന്നു. പക്ഷെ ബിരിയാണി കഴിച്ച് ഭയങ്കര ക്ഷീണമായിരുന്നു. രാവിലെയും ബിരിയാണി കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് കഴിഞ്ഞ ശേഷമുള്ള വീഡിയോ ആട്ടോ ഇത്. അപ്പുറത്തെ കാണിച്ചേടാ. ഇപ്പം 2 കയ്യിലും തേച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പം വാവച്ചിക്കുള്ള ഫേസ് പാക്ക് ഇല്ല കേട്ടോ, കുഞ്ഞാറ്റയ്ക്കുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി വാവയ്ക്കും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ, അല്ലെങ്കിൽ അവൾ എന്നെ ഓടിക്കും. അവളെന്നെ ഓടിക്കും. അതുകൊണ്ട് അവക്കും കൂടെ ഉള്ള ഫേസ് പാക്ക് വേഗം തന്നെ ഉണ്ടാക്കട്ടെ. ചോദിച്ചോ, ഞാൻ ഉണ്ടാക്കിക്കോളാം കേട്ടോ. അപ്പോൾ കയ്യിലൊക്കെ കണ്ടില്ലേ, കയ്യിലൊക്കെ നല്ലോണം തേച്ച് കൊടുക്കണം കേട്ടോ. വെയിൽ കൊള്ളുന്ന ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കണം. മഞ്ഞപ്പൊടി ഒത്തിരി കൂടുതൽ വേണം, അപ്പം നമുക്ക് മഞ്ഞ കളറായിട്ടിരിക്കില്ലേ. തേച്ച് കൊടുത്തിട്ടുണ്ടേ. രണ്ടാമത് ഞാനിതാ ഒന്നും കൂടെ ഫേസ് പാക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോന്നു കേട്ടോ. കുഞ്ഞാറ്റയ്ക്ക് കയ്യിലും കഴുത്തിലൊക്കെ തേച്ചപ്പോഴത്തേക്കും തീർന്നു പോയായിരുന്നേ. അപ്പോൾ ഇനി ഇത് വാവച്ചിക്കും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വാവയുടെ മുഖമൊക്കെ ശരിക്കും കരുവാളിപ്പുണ്ട് കേട്ടോ. വാവ പോയി മിറ്റത്ത് ഓടി നടന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, നല്ലൊരു കറുപ്പുണ്ട് മുഖത്തിൻ്റെ സൈഡിലൊക്കെ കരുവാളിച്ചിട്ടേ. അപ്പോൾ ഇത് ആഴ്ചയിൽ 2-3 തവണ നിൽക്കുമ്പോൾ നമുക്ക് ആ പഴയ സ്കിന്ന് നമുക്ക് കിട്ടും.
നല്ല വൃത്തിയിലങ്ങ് തേച്ച് കൊടുക്കട്ടെ കേട്ടോ. കയ്യിലും കഴുത്തിലൊക്കെ ഇവിടെ മേത്തങ്ങ് തേച്ച് കൊടുക്കട്ടെ. ഞാൻ രണ്ടാളുടെ മുഖത്ത് നല്ലവണ്ണം തേച്ച് കൊടുത്തിട്ടുണ്ട്. മുഖത്തും കഴുത്തിലും കാലിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ല വൃത്തിയിലങ്ങ് കഴുകാവേ. അപ്പോൾ ഇതാ ഒരാൾ അവിടെ ഉണങ്ങുന്നവരെ നോക്കിയിട്ടുണ്ട്. അടുത്ത ആൾ എൻ്റെ അടുത്ത് തന്നെയുണ്ട് കേട്ടോ. അപ്പം ആദ്യം കുഞ്ഞാറ്റ കുളിച്ചിട്ട് വേണം വാവച്ചിക്ക് കുളിക്കാൻ. അപ്പം ഇതിൻ്റെ റിസൾട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഉണങ്ങട്ടെ. ഒരു 20 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് ഉണങ്ങണം കേട്ടോ. അപ്പോൾ ഉണങ്ങുന്നവരെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത് കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോൾ കാണാം. അപ്പോൾ ഇതാ കുഞ്ഞാപ്പനും മുഖത്തൊക്കെ ഇതാ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞേ. ഇത് നമുക്കതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുടച്ച് മാറ്റാം കേട്ടോ. നനച്ചു കൊടുക്കണേ. പിന്നെ ഒത്തിരി അങ്ങ് ഡ്രൈ ആവണ്ട കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നപ്പോഴത്തേക്കും 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. എനിക്കും 25 മിനിറ്റ് ആയി കാണുമായിരിക്കും. ഓക്കെ, ഞാൻ കവിള് മാത്രം ജസ്റ്റ് ഒന്ന് കുറച്ച് കാണിച്ചു തരാവേ. കണ്ടോ, നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. കണ്ടില്ലേ? ആ ഒരു എന്താ പറയുക, നമ്മളാ വെയിൽ കൊണ്ടുള്ള കരുവാളിപ്പൊക്കെ നല്ലവണ്ണം അങ്ങ് മാറിയിട്ടുണ്ട്. സ്കിന്ന് നല്ലൊരു തിളക്കവും കിട്ടി കേട്ടോ. കണ്ടില്ലേ, നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. കരുവാളിപ്പൊക്കെ മാറി അടിപൊളിയായി മുഖം. സൂപ്പർ പാക്കാണ് കേട്ടോ. അപ്പോൾ ഇനി പോയി മുഖം നല്ല വൃത്തിയിലൊന്ന് കഴുകിയിട്ട് വേഗം തന്നെ വരട്ടെ. അപ്പോൾ അടുത്ത ആളുടെ മുഖം നല്ല വൃത്തിയിൽ ഉണങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് കഴുകി കൊടുക്കാം. കഴുകി ഇനി കഴുകുമ്പോൾ ഇങ്ങനെ ചെറിയ രീതിയിൽ മസാജ് ചെയ്യണം കേട്ടോ. മസാജ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ കരുവാളിപ്പൊക്കെ നല്ല വണ്ണങ്ങ് പോവുള്ളൂ. പിന്നെ ഈ കടലമാവിൽ ഇങ്ങനെ തരികളൊന്നും ഇല്ലല്ലോ. നമുക്ക് മസാജ് ചെയ്ത് കളഞ്ഞാലും അത്രയും പ്രശ്നമില്ലേ. പിന്നെ മാവിൻ്റെ പൊടികളുള്ള ഫേസ് പാക്കൊക്കെ തേക്ക് നമുക്ക് അധികം ഇങ്ങനെ മസാജ് ചെയ്യാനും പറ്റില്ല. ഇവയ്ക്ക് നെറ്റിടി സൈഡിലാട്ടോ കരുവാളിപ്പ് കൂടുതലുണ്ടായിരുന്നത്. അങ്ങനെ വെള്ളം നേരെ പിടിച്ചേടാ. നമുക്ക് അലർജിയോ സൈഡ് എഫക്റ്റോ ഒന്നും തന്നെ വരില്ല കേട്ടോ. കാരണം കടലമാവ് എല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ. എല്ലാ കുഞ്ഞുങ്ങളും ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു സൈഡ് എഫക്റ്റോ അലർജിയോ ഒന്നും തന്നെ വരില്ല. മുഖത്ത് നല്ല മാറ്റമുണ്ട് കേട്ടോ. ആ ഒരു കരുവാളിപ്പൊക്കെ നല്ലവണ്ണം അങ്ങ് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ അങ്ങനെ ഒന്നും അങ്ങനെ പിള്ളേർ അങ്ങനെ പൊടികൾ അങ്ങനെ ഫേസ് പാക്ക് അങ്ങനെ ഒന്നും തേക്കില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് റിസൾട്ടൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. കണ്ടില്ലേ, നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അടിപൊളി. അപ്പം പോയിട്ട് രണ്ടാളും പോയിട്ട് വേഗം കുളിച്ചിട്ട് വേഗം വരട്ടെ. സൂപ്പർ വാവേ, കരുവാളിപ്പൊക്കെ മാറിയിട്ടോ. ആ സൂപ്പർ സൂപ്പർ, അടിപൊളി. രണ്ടുപേരും കൂടിയൊക്കെ കഴിഞ്ഞ് സുന്ദരിമാരായിട്ട് വന്നേക്കുവാണ്. ഇവിടെ ഇരുന്ന് രണ്ടുപേരും ഡാൻസ് കളിക്കുവാണ് കേട്ടോ. വൈകുന്നേരമായല്ലോ. അപ്പോൾ ഈ റോഡിൽ കൂടെ അങ്ങ് നടക്കും കേട്ടോ. നടക്കുന്നിട്ട് അവിടെ നിന്ന് ഓട്ടമായി ചാട്ടമായി ലാസ്റ്റ് രണ്ടും കൂടെ അടിയാകും വഴക്കാകും. ഇതാ ഓടുന്ന ഓട്ടം കണ്ടില്ല രണ്ടാളും. കൂടെ നമ്മുടെ ഉണ്ണിക്കൂട്ടനുണ്ട് കേട്ടോ. വീഴും 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 വീടാ. അപ്പം ഇനി വെക്കേഷൻ ടൈമാണല്ലോ, നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പാക്കുകളൊക്കെ ചെയ്ത് കൊടുക്കാം. ഇവർക്ക് അലർജി ഒന്നും വരാത്ത ഫേസ് പാക്കൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുഖത്തിലെ കരുവാളിപ്പൊക്കെ നന്നായിട്ടൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇന്നലെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മുടെ പപ്പാച്ചിയും ആൻറ്റിയും മാമന് ചേട്ടായി എല്ലാവരും കൊടുത്ത ഗിഫ്റ്റുകളാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ചേട്ടായി കൊടുത്ത ഗിഫ്റ്റുകളാണ് കേട്ടോ. ഇവൾമാരുടെ ചേട്ടായി കേട്ടോ. ഇതാ 2 ബാർബി പാവ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് കൊടുക്കുമ്പോൾ മറ്റാൾക്ക് വിഷമമല്ലേ, അതുകൊണ്ട് 2 പേർക്കും പാവ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ബാർബി പാവ.
പിന്നെ നോക്കിക്കേ, ഇത് പപ്പാച്ചിയുടെയും ഇത് എൻ്റെയും ഞങ്ങൾ രണ്ടുപേരുടെ സമ്മാനമാണ് കേട്ടോ. നല്ല സൂപ്പർ പാവയാണ് കണ്ടോ, നല്ല വെട്ടമൊക്കെ ഉണ്ട്, അടിപൊളി, നല്ല രസമാണ് കേട്ടോ കാണാൻ. മാലാക അടിപൊളിയാണ് കേട്ടോ. അത് പറഞ്ഞാൽ ഉണ്ണിക്കൂട്ടനും കൂടെ മേടിച്ചാണ്, ഉണ്ണിക്കൂട്ടന് വിഷമാവില്ല അതുകൊണ്ട്. ഇത് നല്ല രസമാട്ടോ കാണാൻ, നല്ല ക്യൂട്ടാണ് കേട്ടോ. ഇതാ മെഴുകുതിരി സൂപ്പർ ലൈറ്റാണ്. ഇത് 3 എണ്ണം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇത് ഉണ്ണിക്കൂട്ടൻ്റെ ഓട്ടോ, പിന്നെ ഉണ്ണിക്കൂട്ടൻ്റെ കുഞ്ഞു വണ്ടി. അതെ അതെ. പിന്നെ ഇത് അടിപൊളി നോക്കി, നല്ല രസമാണ് ലൈറ്റിംഗ് ഒക്കെ കാണാനൊക്കെ. ഇത് സൂപ്പറാണ്. ഇത് ലൈറ്റ് ഉണ്ട് കേട്ടോ. ലൈറ്റ് ഇട്ടിട്ടില്ലേ? ലൈറ്റ് ഉണ്ട്, കണ്ടില്ലേ? അടിപൊളിയാണ്. ഇത് വേറെ. അപ്പോൾ ഒരാൾക്ക് മേടിക്കുമ്പം അടുത്ത ആൾക്ക്, കുഞ്ഞാവയ്ക്ക് മേടിക്കുമ്പോൾ കുഞ്ഞാറ്റയ്ക്ക് വിഷമാവുന്നുണ്ട്. 2 പേർക്ക് മേടിച്ചു. നമ്മുടെ ചേട്ടാ ജോലി കഴിഞ്ഞ് വന്നു. പിന്നെ ക്ലിപ്പ് നല്ല രസമാട്ടോ കാണാൻ. ഇത് പപ്പ മേടിച്ചു കൊടുത്താണ്. അപ്പം ഇത്രയും ഗിഫ്റ്റുകളാട്ടോ മക്കൾക്ക് കിട്ടിയത്. കുഞ്ഞാപ്പോലും ഇല്ലെങ്കിൽ കുഞ്ഞാപ്പ് ഇവിടെ തകിടം മറിക്കും. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കടലമാവും, തേന്, മഞ്ഞൾപ്പൊടി, പാൽ, ഇത്രയും സാധനങ്ങൾ മാത്രം മതി. നമ്മുടെ വീട്ടിലേക്കുള്ള സാധനം തന്നെയല്ലേ ഇത്. അപ്പം നമ്മൾ ഈ പിള്ളേരൊക്കെ വെയിലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കരുവാളിച്ചൊക്കെ ഇരിക്കുമ്പം നമുക്ക് നല്ല വൃത്തി കഴുകിയിട്ട് ഈ ഒരു പാക്ക് ഇടുവാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ, സൂപ്പറാണ്. നമുക്ക് ആഴ്ച 2-3 തവണയൊക്കെ ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ. വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് നാളെ കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.